അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന പാലും റവയും വെച്ചിട്ടാണ് ഈ മധുരം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ്. അപ്പം വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിലെ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/2 കപ്പ് റവ അത് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ റവ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. എത്രത്തോളം പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പൊ ശരി, നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ദാ റവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ദാ പൊടിച്ച റവ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അത് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു വേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ തേങ്ങ 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തേങ്ങ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തേങ്ങ പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപോലെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പൊ അതാ ഇതുപോലെ വേണം കണ്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി കിട്ടണമെന്ന് അതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ ബ്രൗൺ കളർ ആവാനൊന്നും പാടില്ല. ജസ്റ്റ് 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അത്രമാത്രം നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ ഭാഗം എടുക്കാൻ പാടില്ല. ആ വെള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ തേങ്ങ ഒന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു മണം വരും. തേങ്ങ വറുത്തതിന് നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു ഈർപ്പൊന്നുമില്ലാത്ത പാത്രത്തിലോട്ട് മാറ്റണം. ഇപ്പോൾ ഇതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇതുപോലെ എടുത്ത് വറുത്ത് വെച്ചാൽ നമ്മൾ ഇതുപോലെ പലഹാരങ്ങൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതി. ഈ പാനിൽ തന്നെ ചൂടോടുകൂടി വെച്ചിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇതിന്റെ നിറമൊക്കെ മങ്ങിപ്പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അതും കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1ാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തു. അടുത്ത് 1/2 കപ്പ്. അപ്പോൾ 1.5 കപ്പ് പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാലിനെ നമ്മൾ 1 ഗ്ലാസ് ആക്കി 1-2 മിനിറ്റ് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. പാലൊന്ന് വറ്റി വരണം. അപ്പം നമ്മൾ 1.5 ഗ്ലാസ് പാലിനെ നമ്മൾ 1 ഗ്ലാസ് പാലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് 1 കപ്പ് പാൽ എടുത്താൽ മതി. അപ്പൊ പാൽപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് പാലെടുത്തത്. അപ്പൊ പാല് നമുക്ക് ഒരു 2 മിനിറ്റ് ഒക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ 1 ഗ്ലാസ്സായി വറ്റി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാലൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ പാല് ഇതുപോലെ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു തടുത്ത വെച്ചോ ഇതുപോലെ സ്പാച്ചിൽ വെച്ചോ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ കണ്ടല്ലോ, ഇത് ഇങ്ങനെ വേണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ പാൽ തിളച്ചതിന് ശേഷമാണ് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വറ്റിച്ചെടുക്കാൻ സമയത്ത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാല് ഇങ്ങനെ കരിഞ്ഞ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ശരി, ഇതൊന്ന് തണുത്തിട്ട് വരട്ടെ. പാലിതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ എടുത്തിട്ടുള്ള കപ്പിൽ അളന്ന് നോക്കുകയാണ്. കറക്റ്റ് 1 കപ്പ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ അതാ കറക്റ്റ് ആയിട്ട് 1 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ തണുത്ത പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് നല്ലോണം തണുത്ത പാലാണ് ഈ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചതുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തണുത്തിട്ടാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതും 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 1/2 കപ്പ് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരണം. അപ്പൊ ശരി, അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ നെയ്യ് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം ഈ റവ ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. നിറം മങ്ങാൻ പാടില്ല, ബ്രൗൺ നിറം ആകാൻ പാടില്ല. എന്നാൽ ഈ പലഹാരത്തിന്റെ നിറമൊക്കെ മങ്ങിപ്പോകും. അപ്പൊ നല്ല വൈറ്റ് കളറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിറം മങ്ങാതെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4-5 മിനിറ്റ് ഒക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ അരച്ചു വെച്ച മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ റവ പൊടിച്ചതും തേങ്ങയും പാലും ഉള്ള മിക്സും എല്ലാം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് മധുരമാണ്. കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ കുറച്ച് ലൂസ് ആവും. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരണം. അപ്പൊ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തപ്പോൾ ഒന്ന് ലൂസായി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം മിക്സായി വന്നിട്ടില്ല, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഓരോരുത്തരെയും റവയ്ക്ക് അനുസരിച്ച് വേണം, ഈ പാലിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എടുത്താൽ മതിയാവും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് മധുരമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ലൂസ് ആവും. ഇത്രയും മധുരം വേണ്ടാന്നുള്ളവർക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നല്ലോണം മിക്സ് ആയി കിട്ടും. അപ്പൊ അതെല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഉടനെ തന്നെ മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കൈവച്ച് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കയ്യിൽ പിടിക്കാവുന്ന ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മിക്സ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം വലുപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒരു ഉരുള എടുക്കാം. ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടെടുക്കാം. അപ്പൊ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വിള്ളലൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിലൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ നടുവിലോട്ട് നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് ബദാമും പിസ്തയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് കൊടുത്താൽ മതി. വെറും പിസ്ത വെച്ച് കൊടുത്താലും മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ റവ വെച്ചിട്ടുള്ള മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മളെ പേടൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പേട എന്നൊക്കെ വിളിക്കാം. അപ്പം ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്